ഇന്ന് നമ്മൾ നോക്കാൻ പോവുക മെഷർമെൻറ്റ് ഓഫ് സർഫസ് ടെക്സ്ചർ. എന്താണ് ഒരു സർഫസ് ടെക്സ്ചർ, അതോടൊപ്പം തന്നെ ഒരു സർഫസ് ടെക്സ്ചർ അതിൻ്റെ ഓർഡർ ഓഫ് സർഫസ് ഇറഗുലാരിറ്റീസ് എന്തൊക്കെയാണ്, ദെൻ സർഫസ് ടെക്സ്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെർമിനോളജീസ് എന്തൊക്കെയാണ് എന്നുള്ളതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് സർഫസ് ടെക്സ്ചർ? നമുക്ക് അറിയാം, ഒരു പ്രോഡക്റ്റ് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ സർഫസ് അത് ഏറ്റവും നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ സർഫസ് സ്മൂത്ത് ആയിട്ടിരിക്കും. വളരെ സ്പീഡിൽ ആ സർഫസ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് റഫായിട്ടിരിക്കും. അപ്പം ഇത്തരത്തിൽ നമ്മൾ ഓരോ മാനുഫാക്ചറിങ് പ്രോസസ്സ് അപ്പം അതിലൂടെ ചെയ്തെടുക്കുന്ന ഒരു പ്രോഡക്റ്റ് അതിൻ്റെ സർഫസ് എത്രത്തോളം സ്മൂത്താണ് അല്ലെങ്കിൽ എത്രത്തോളം റഫാണ് എന്നുള്ളത് ആ ഒരു മാനുഫാക്ചറിങ് മെത്തേഡിനെ ആശ്രയിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു എൻജിൻ സിലിണ്ടർ എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ അകംവശം എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിരിക്കണം. അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ വാൽസ്, അപ്പോൾ അതിൻ്റെ ആ ഒരു സർഫസ് എന്നൊക്കെ പറയുന്നത് വളരെ സ്മൂത്ത് ആയിരിക്കണം. അതല്ലെങ്കിൽ തന്നെയും നമ്മൾ പഠിച്ച സ്ലിപ്പ് ഗേജസ്, ആംഗിൾ ഗേജസ്, സർഫസ് പ്ലേറ്റ്, ഇതിൻ്റെയൊക്കെ സർഫസ് എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ്ലി ഫ്ലാറ്റും ആക്യുറേറ്റും ആയിട്ടുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒന്നാണ്. ദെൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്തെടുത്ത ഏതെങ്കിലും പ്രോഡക്റ്റ്, അപ്പോൾ അതൊരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയുള്ളതാകാം. മേ ബി ഒരു ഓട്ടോമൊബൈൽ പാർട്സ് ആകാം, അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്ത പ്രോഡക്റ്റ് ആകാം. അപ്പോൾ അതിൻ്റെ സർഫസ് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അവിടെ ആ ഒരു സർഫസിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാം. അപ്പോൾ സർഫസ് ടെക്സ്ചർ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സർഫസിൻ്റെ നേച്ചർ എങ്ങനെയാണ്? അത് വളരെ സ്മൂത്ത് ആണോ അതോ വളരെ റഫാണോ? റഫ് മീൻസ് സർഫസിൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാകും. സർഫസിൽ അപ്പ് ആൻഡ് ഡൗൺസ്, ഹിൽസ്, വാലീസ് ഒക്കെയുള്ള ഇറഗുലർ ആയിട്ടുള്ളൊരു സർഫസ് ആണോ അതോ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണോ എന്നുള്ളത് മാനുഫാക്ചറിങ് മെത്തേഡിനെ ആശ്രയിച്ചിരിക്കും. അതോടൊപ്പം തന്നെ ഏത് ആപ്ലിക്കേഷനാണോ ഒരു സർഫസ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ ആപ്ലിക്കേഷനെ ആശ്രയിച്ചിരിക്കും. എനിവേ, ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. മാനുഫാക്ചർഡ് സർഫസ് ഓൾവേസ് ഡിപ്പാർട്സ് ഫ്രം ദ അബ്സല്യൂട്ട് പെർഫെക്ഷൻ. ഇപ്പോൾ നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന ഒരു സർഫസ് അതെന്ന് പറയുന്നത് എപ്പോഴും വളരെ പെർഫെക്റ്റ്, വളരെ പ്രിസൈസ് ആണെന്ന് എൻഷുർ ചെയ്യാൻ പറ്റില്ല. കാരണം മെഷീൻ്റെ വൈബ്രേഷൻ മൂലമോ അല്ലെങ്കിൽ ടൂള് വൈബ്രേഷൻ മൂലമോ ഒക്കെ ഈ സർഫസ് എന്ന് പറയുന്നത് അതിൻ്റെ ഐഡിയൽ പെർഫെക്ഷനിൽ നിന്ന് വേരിയേഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ വേരിയേഷൻ നമ്മുടെ മാനുഫാക്ചറിങ് മെത്തേഡിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ എന്താണോ ആ ആപ്ലിക്കേഷന് ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ളൊരു സർഫസ് വേണം. അല്ലെങ്കിൽ നമ്മളൊരു മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് ആണ് നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ സ്ലിപ്പ് ഗേജോ ആംഗിൾ ഗേജോ ആണ് നിർമ്മിക്കുന്നതെങ്കിൽ അവിടെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസ് വേണമെങ്കിൽ ദെൻ നമ്മളവിടെ കൂടുതൽ കെയർ എടുത്തുകൊണ്ട് പല മെത്തേഡ്സിലൂടെ ആയിരിക്കും ആ സർഫസ് വളരെ സ്മൂത്ത് ഫ്ലാറ്റൊക്കെ ആയിട്ട് മാറ്റുക. ഇപ്പം ഇനി ഓർഡിനറി രീതിയിൽ നമ്മൾ പ്രൊഡക്ഷൻ മെത്തേഡിലൂടെ ഒരു സർഫസ് ചെയ്തു വരുമ്പോൾ അവിടെ ആ സർഫസ് എപ്പോഴും ഐഡിയൽ ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നാകണമെന്ന് നിർബന്ധമില്ല. ദ ഇറഗുലാരിറ്റീസ് ഓൺ ദ സർഫസ് ആർ ഇൻ ദ ഫോം ഓഫ് എ സക്സഷൻ ഓഫ് ഹിൽസ് ആൻഡ് വാലീസ് വേരിയിങ് ഇൻ ഹൈറ്റ് ആൻഡ് സ്പേസിങ്. അതായത് ഇപ്പോൾ ഒരു സർഫസ് എടുത്തു, അപ്പോൾ ആ സർഫസിൽ ഇത്തരത്തിൽ റഫ് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാം, വാലീസ് ഉണ്ടാകാം. അപ്പോൾ നമുക്കിത് നേക്കഡ് ഐ കൊണ്ട് നോക്കുമ്പോൾ ചിലപ്പോൾ വിസിബിൾ ആവണമെന്നില്ല. കാരണം വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ അപ്പ് ആൻഡ് ഡൗൺസ് ആണ് അല്ലെങ്കിൽ ഹിൽസ് ആൻഡ് വാലീസ് ആണ് വിസിബിൾ ആവണം നിർബന്ധമില്ല. ഇനി തീർത്തും റഫായിട്ടാണ് ഒരു സർഫസ് നമ്മൾ ചെയ്തെടുക്കുന്നത് എങ്കിൽ മേ ബി ഈ അപ്പ് ആൻഡ് ഡൗൺസ് വിസിബിൾ ആയി എന്ന് വരാം. ഇപ്പോൾ ഷേപ്പിങ്ങിൽ തന്നെ മാനുവലായിട്ട് വളരെ സ്പീഡിൽ ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ സർഫസിൽ കൂടെ ടച്ച് ചെയ്ത് പോകുമ്പോൾ സർഫസ് സ്മൂത്ത് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. എന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഷേപ്പ് ചെയ്ത് വരുമ്പോൾ ആ സർഫസ് വളരെ സ്മൂത്ത് ആസ് കമ്പയർഡ് ടു പ്രീവിയസ് വൺ എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇത്തരത്തിൽ സർഫസ് ടെക്സ്ചറിൽ എന്തൊക്കെയുണ്ടാകും? ഹിൽസും വാലീസും ഉണ്ടാകും. വാലീസ് വേരിയിങ് ഇൻ ഹൈറ്റ് ആൻഡ് സ്പേസിങ്. അപ്പം ഡിഫറെൻ്റ് ഹൈറ്റിലുള്ള ഡിഫറെൻ്റ് സ്പേസിങ്ങിലുള്ള ഹിൽസും വാലീസും ഒക്കെ ഒരു സർഫസിലുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന സർഫസ് ഇറഗുലാരിറ്റീസ്
അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ദീസ് ഇറഗുലാരിറ്റീസ് ആർ യൂഷ്വലി ടേംഡ് ആസ് സർഫസ് റഫ്നെസ്, സർഫസ് ഫിനിഷ്, സർഫസ് ടെക്സ്ചർ ഓർ സർഫസ് ക്വാളിറ്റി. അപ്പോൾ ഇത്രയും പേരുകളായിരിക്കും നമ്മൾ ഈ സർഫസിലുള്ള ഇറഗുലാരിറ്റിനെ വിളിക്കുന്നത്. സർഫസ് സ്മൂത്ത് ആണെങ്കിൽ സർഫസ് സ്മൂത്ത് എന്ന് പറയും. സർഫസ് റഫായിട്ടാണെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ അപ്പ് ആൻഡ് ഡൗൺസ്, ഹിൽസും വാലീസും ഒക്കെ ഉണ്ടെങ്കിൽ സർഫസ് റഫാണെന്ന് പറയും. Then these irregularities are responsible to a great extent for the appearance of a surface of a component. ഇപ്പോൾ ഒരു സർഫസ്, ഇപ്പോൾ നമ്മൾ സ്ലിപ്പ് ഗേജ് എടുത്താൽ അതിൻ്റെ ആ ഒരു വർക്കിംഗ് ഫേസ് അല്ലെങ്കിൽ ആംഗിൾ ഗേജിൻ്റെ വർക്കിംഗ് ഫേസിലെ തിളക്കം കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു സർഫസ് എത്രത്തോളം സ്മൂത്ത് ആണ് എന്നുള്ളത്, എത്രത്തോളം ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ് എന്ന് മനസ്സിലാകും. അതേസമയം റഫായിട്ടുള്ള ഒരു സർഫസ് എടുക്കുമ്പോൾ അത് മേ ബി വിസിബിൾ ആയിട്ട് നേക്കഡ് ആയി കൊണ്ട് തന്നെ മനസ്സിലാകും അത് സ്മൂത്ത് അല്ല എന്നുള്ളത്. ദെൻ വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇറഗുലാരിറ്റീസ്? സർഫസ് ഇറഗുലാരിറ്റീസ് പ്രൈമർലി അറൈസ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു, ഷേപ്പ് ചെയ്യുന്ന കേസിൽ മാനുവൽ മെത്തേഡിൽ വളരെ സ്പീഡിൽ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ സർഫസ് റഫ് ആവും ആസ് കമ്പയർഡ് ടു ഓട്ടോമാറ്റിക്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ റീസൺസ് ആണ് ഈ സർഫസ് ഇറഗുലറായി മാറാനുള്ള കാരണങ്ങൾ. ഫസ്റ്റ് വൺ, ഫീഡ് മാർക്ക് ഓഫ് കട്ടിംഗ് ടൂൾസ്. കട്ടിംഗ് ടൂളിൻ്റെ ഫീഡ് മാർക്ക്. നമ്മളിപ്പോൾ വളരെ ഫീഡ് എന്ന് പറയുന്നത് കുറച്ചുകൊണ്ടാണ് ടൂള് സർഫസിൽ കൂടെ മൂവ് ചെയ്യുന്നെങ്കിൽ കുറേയും കൂടെ സ്മൂത്ത് ആയിട്ടൊരു സർഫസ് ആയിരിക്കും കിട്ടുക. മറിച്ച് ഫീഡ് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് സർഫസ് സ്മൂത്ത്നെസ് കുറയും. എനിവേ, ഫീഡ് മാർക്സ് ഓഫ് കട്ടിംഗ് ടൂൾസ്, കട്ടിംഗ് ടൂളിൻ്റെ ഫീഡ് മാർക്ക് ഉണ്ടാകും. ദെൻ chatter marks on the workpiece due to vibrations caused during the manufacturing operations. അപ്പോൾ മെഷീൻ വൈബ്രേഷൻ മൂലം, ടൂളിൻ്റെ വൈബ്രേഷൻ മൂലമൊക്കെ സർഫസ് ഇറഗുലാരിറ്റീസ് ഉണ്ടാകാം. ദെൻ ഇറഗുലാരിറ്റീസ് ഓൺ ദ സർഫസ് ഡ്യൂ ടു റപ്ചർ ഓഫ് വർക്ക്പീസ് മെറ്റീരിയൽ ഡ്യൂറിങ് ദ മെറ്റൽ കട്ടിംഗ് ഓപ്പറേഷൻ. ദെൻ സർഫസ് വേരിയേഷൻസ് കോസ്ഡ് ബൈ ദ deformation of workpiece under the action of cutting forces. Then irregularities in the machine tool itself, like lack of straightness of guide ways. Then order of geometrical irregularities. Geometrical irregularities-നെ orders എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോവുക. These are the orders: first order, second order, third order, and last one is fourth order. Then what is first order? Irregularities develop due to the inaccuracies in the machine tool. മെഷീൻ ടൂളിൻ്റെ ഇനാക്യുറസി മൂലം സർഫസ് ടെക്സ്ചർ എന്ന് പറയുന്നത് റഫാണ്, അല്ലെങ്കിൽ സർഫസിൽ ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ ദറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ. ഇറ്റ് ഇൻക്ലൂഡ്സ് ലാക്ക് ഓഫ് സ്ട്രെയിറ്റ്നെസ് ഓഫ് ഗൈഡ് വേസ് ഓൺ വിച്ച് ദ ടൂൾ മസ്റ്റ് മൂവ്, ഡിഫോർമേഷൻ ഓഫ് വർക്ക് അണ്ടർ ദ ആക്ഷൻ ഓഫ് കട്ടിംഗ് ഫോഴ്സസ്, വെയ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ. Then second order, irregularities caused due to vibrations of any kind. Vibration മൂലം ഉണ്ടാകുന്ന irregularities, that is in the second order. Then third order, irregularities caused due to the cutting parameters such as cutting speed, feed, depth of cut. അപ്പോൾ നമ്മൾ കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട് തുടങ്ങിയ പാരാമീറ്റേഴ്സ് സർഫസ് ഫിനിഷിനെ ബാധിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സാണ്. ഓക്കെ, ഫീഡ് കൂടിക്കഴിഞ്ഞാലോ, സ്പീഡ് കൂടിക്കഴിഞ്ഞാലോ, ഡെപ്ത് ഓഫ് കട്ട് കൂടിക്കഴിഞ്ഞാലോ അതനുസരിച്ച് സർഫസിനുണ്ടാകുന്ന ഫിനിഷിന് മാറ്റങ്ങൾ വരാം. അപ്പോൾ അത്തരത്തിലുള്ള പാരാമീറ്റേഴ്സിനെ നമ്മൾ തേർഡ് കാറ്റഗറിയിൽ, തേർഡ് ഓർഡർ ആയിട്ട് പെടുത്തുന്നു. ദെൻ ഫോർത്ത് ഓർഡർ, irregularities develop due to the rupture of the material during the separation of the chip. ഇപ്പോൾ നമ്മൾ മെറ്റീരിയലിൽ നിന്ന് ചിപ്പ് റിമൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റപ്ചർ, അതുമൂലം ഉണ്ടാകുന്ന സർഫസ് ഇറഗുലാരിറ്റി, ദാറ്റ് ഈസ് ഇൻ ദ ഫോർത്ത് ഓർഡർ. ദെൻ നമ്മൾ ടെർമിനോളജീസിലേക്ക് പോവുകയാണ്. സർഫസ് ടെക്സ്ചർ ടെർമിനോളജി. ദെൻ first one, surface. What is mean by a surface? It is confined by the boundary which separates that part from another part, substance or space. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു സ്പെസിമെൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സർഫസ്
മീൻസ് ഈ ഇറഗുലാരിറ്റീസ് ഒക്കെയുള്ള പോർഷൻ അതാണ് സർഫസ്. Then what is actual surface? Surface of a part which is actually obtained after a manufacturing process. For example, നമ്മൾ ഷേപ്പിങ്ങിലൂടെ ഒരു സർഫസ് ചെയ്തെടുത്തു. മീൻസ് ഒരു സർഫസിൻ്റെ തിക്നെസ് ഒക്കെ കുറഞ്ഞ് നമ്മൾ ആ സർഫസ് സ്മൂത്ത് ആയിട്ട് എടുത്തു എന്ന് കരുതുക. ദെൻ ആക്ച്വലി മാനുഫാക്ചറിങ്ങിലൂടെ ചെയ്തെടുത്ത ആ ഒരു സർഫസാണ് ആക്ച്വൽ സർഫസ്. ദെൻ വാട്ട് ഈസ് നോമിനൽ സർഫസ്? Geometrically perfect surface which does not exist in practice, but it is an average of the irregularities that are superimposed on it. ഇപ്പോൾ നോമിനൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഐഡിയൽ സർഫസ്. ഇപ്പോൾ നമുക്കൊരു സർഫസ് ഐഡിയലി എങ്ങനെ ഇരിക്കണം? ഫോർ എക്സാമ്പിൾ, ഇതാണ് ഒരു സ്പെസിമെൻ എന്ന് കരുതുക. ദെൻ ഇതാണ് അതിൻ്റെ ഐഡിയൽ സർഫസ് എന്ന് കരുതുക. പക്ഷെ ആക്ച്വൽ സർഫസ് എന്ന് പറയുന്ന ഇത്തരത്തിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെയുള്ള ഹിൽസും വാലീസും ഒക്കെയുള്ള ഒരു സർഫസാണ് ഇതെന്ന് കരുതുക. ദെൻ ദിസ് ഈസ് ദ നോമിനൽ ഓർ ഐഡിയൽ സർഫസ് ആൻഡ് ഈ അപ്പ് ആൻഡ് ഡൗൺസ് ഉള്ളതാണ് ആക്ച്വൽ സർഫസ്. ഓക്കെ, ദെൻ അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രാം നോക്കാം. ഈ കാണുന്നതാണ് സർഫസ്. ആ സർഫസിൻ്റെ ഇറഗുലാരിറ്റീസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ അതാണ് ആക്ച്വൽ സർഫസ്. ദെൻ സർഫസ് ടെക്സ്ചർ എന്താണ്? റെപ്പറ്റിറ്റീവ് ഓർ റാൻഡം ഡീവിയേഷൻസ് ഫ്രം ദ നോമിനൽ സർഫസ് വിച്ച് ഫോം ദ പാറ്റേൺ ഓഫ് ദ സർഫസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് റഫ്നെസ്, വേവ്നെസ്, ലേ ആൻഡ് ഫ്ലോസ്. അപ്പോൾ ഈ ഓരോ ടൈം ദാറ്റ് ഈസ് റഫ്നെസ്, വേവ്നെസ്, ലേ ആൻഡ് ഫ്ലോസ് ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ 1 by 1 ആയിട്ട് ഇനി കാണും. അപ്പോൾ സർഫസ് ടെക്സ്ചർ എന്ന് പറയുമ്പോൾ എന്താണോ ആ ഒരു സർഫസിൻ്റെ ഒരു ഓവറോൾ അപ്പിയറൻസ്, ദാറ്റ് ഈസ് ടെക്സ്ചർ. ദെൻ അപ്പോൾ ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ 1 by 1 ആയിട്ട് കാണും. ലേ എന്താണ്, ഫ്ലോ എന്താണ്, എന്താണ് റഫ്നെസ്, എന്താണ് വേവിനെസ്, റഫ്നെസ് വിഡ്ത്ത് എന്താണ്, തുടങ്ങിയ കുറേ കാര്യങ്ങൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ ഈ കാണുന്ന എല്ലാം ഒരു സർഫസും, ഈ കാണുന്നത് നോമിനൽ സർഫസ് ആണ്, ഇതാണ് ആക്ച്വൽ സർഫസ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് റഫ്നെസ്? റഫ്നെസ് ഓർ മൈക്രോ ജിയോമെട്രിക്കൽ എറർ. It is caused due to the irregularities in the surface roughness which results from the inherent action of the production process, that is cutting tool shape, tool feed rate, etc. Then roughness is also called the irregularities of smaller wavelength. അപ്പോൾ സർഫസിലുള്ള ഇറഗുലാരിറ്റീസ് അതിനെയാണ് റഫ്നെസ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഇറഗുലാരിറ്റീസ് എന്ന് പറയുന്നത് സ്മോളർ വേവ് ലെങ്ത് ഉള്ള ഇറഗുലാരിറ്റീസ് ആണ്. അപ്പോൾ സ്മോളർ വേവ് ലെങ്ത് ഉള്ള ഇറഗുലാരിറ്റീസിനെയാണ് റഫ്നെസ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഡയഗ്രം നോക്കാം, കുറേ കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇതാണൊരു സർഫസ്. ഇത്തരത്തിൽ സർഫസിൽ ഇതുപോലെ ഇറഗുലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ പോർഷനാണ് ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ കാണുന്ന രീതിയിലുള്ള ചെറിയ സ്മോൾ വേവ് ലെങ്തിലുള്ള ഇറഗുലാരിറ്റീസ് അതാണ് റഫ്നെസ്. ഓക്കെ, ഇത്തരത്തിൽ സ്മോൾ റെഗുലാരിറ്റീസ് ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ റെഗുലാരിറ്റി ആയിട്ടുള്ള വേവിനെസ് വരിക. അത് നമ്മൾ നെക്സ്റ്റ് ടെർമിനോളജിയിൽ പഠിക്കും. അപ്പോൾ ഇനി റഫ്നെസ് എന്ന് പറയുന്നത് ആ സർഫസിലെ സ്മോളർ വേവ് ലെങ്തുള്ള ഇത്തരത്തിലുള്ള ചെറിയ ഇറഗുലാരിറ്റീസ് ആണ്. ഈ ചെറിയ ഇറഗുലാരിറ്റീസ് ചേർന്നാണ് ഈ വലിയ ഒരു വേവിന് രൂപം കൊടുക്കുന്നത്. ദെൻ what is a roughness spacing or roughness width? It is the distance between successive peaks or crests that constitute the predominant pattern of roughness. ഈ കാണുന്നതാണ് റഫ്നെസ്സിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോറി, റഫ്നെസ് വിഡ്ത്ത് ആണ്. ദെൻ റഫ്നെസ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതാണ് റഫ്നെസ് വിഡ്ത്ത്. മീൻസ് ആ ഒരു വേവ് ലൈക്ക് നേച്ചർ അതിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ ഉള്ളത്, അല്ലെങ്കിൽ ഒരു പീക്കിൽ നിന്ന് അടുത്ത പീക്ക് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് റഫ്നെസ് വിഡ്ത്ത്.
അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സക്സസീവ് പീക്സ് ഓർ ക്രസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ predominant pattern of roughness. Then what is roughness height? It is the arithmetical average deviation measured perpendicular to the center line running through the roughness profile. ഈ കാണുന്നതാണ് റഫ്നെസ് ഹൈറ്റ്. ഓക്കെ, ഇപ്പോൾ ഈ റഫ്നെസ്സിൽ ഒരു ആവറേജ് ലൈനുണ്ട്. ആവറേജ് ലൈനും പീക്കും തമ്മിലുള്ള ഹൈറ്റാണ് റഫ്നെസ് ഹൈറ്റ്. It is the arithmetical average deviation measured perpendicular to the center line running through the roughness profile. Then what is a roughness width cutoff? This is the maximum width of surface irregularities that is included in the measurement of surface height. This is always greater than roughness width and is rated in centimeters. അപ്പോൾ നമുക്ക് റഫ്നെസ് വിഡ്ത്ത് കട്ട് ഓഫ് ഞാൻ കാണിക്കാം. ഇതാണ് റഫ്നെസ് വിഡ്ത്ത് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ റഫ്നെസ് വിഡ്ത്തിനേക്കാളും വലുതായിരിക്കും റഫ്നെസ് വിഡ്ത്ത് കട്ട് ഓഫ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ എടുക്കുക. എങ്ങനെയാണ് ഡിസ്റ്റൻസ് എടുക്കുന്നത്? മാക്സിമം വിഡ്ത്ത് ഓഫ് സർഫസ് ഇറഗുലാരിറ്റീസ് ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് റഫ്നെസ് ഹൈറ്റ്. അപ്പോൾ ആ റഫ്നെസ് ഹൈറ്റ് നമുക്ക് മെഷർ ചെയ്യുന്ന എടുക്കുന്ന ആ ടോട്ടൽ വിഡ്ത്ത്, അതാണ് റഫ്നെസ് വിഡ്ത്ത് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റഫ്നെസ് വിഡ്ത്ത് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ റഫ്നെസ് വിഡ്ത്ത് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്ത് പോകുന്നത് ഈ കാണുന്ന എല്ലാം സർഫസ് ആണ്, സർഫസ് റെഗുലാരിറ്റീസ് ആണ്. Then waviness or macro geometrical error. എന്താണ്? Surface irregularities of considerable wavelength or greater spacing than roughness of a periodic character. It occurs in the form of waves. These irregularities result due to the inaccuracies of slides, wear of guides, misalignment of centers, vibration of any kind, etc. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ചെറിയ സ്മോൾ വേവ് ലെന്തിലുള്ള വേരിയേഷൻസ് ആണ് റഫ്നെസ്. അപ്പോൾ അത്തരത്തിൽ കുറേ റഫ്നെസ്സുകൾ ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒരു വേവ് നേച്ചർ സ്ട്രക്ചർ രൂപം കൊള്ളുന്നത്. അപ്പോൾ ഇതാണ് വേവിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഒറിജിനൽ പ്രൊഫൈല്. അപ്പോൾ ആ ഒറിജിനൽ പ്രൊഫൈലിൽ വേവിനെസ്സും റഫ്നെസ്സും സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നു. റഫ്നെസ് ഇതാണ്. ആ റഫ്നെസ് ചേർന്ന് രൂപം കൊള്ളുന്ന ഒന്നാണ് ഇത്തരത്തിൽ വേവ്നെസ്. ഓക്കെ, ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ ഫോം ഓഫ് വേവ്സ്. അപ്പോൾ ഈ കാണുന്നതാണ് റഫ്നെസ്സും വേവ്നെസ്സും ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് ചെറിയ ഡീവിയേഷൻസ് ആണ് റഫ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ റഫ്നെസ് മൂലം രൂപം കൊള്ളുന്ന ഒന്നാണ് വേവ്നെസ്. ഈ കാണുന്ന റഫ്നെസ്സും വേവ്നെസ്സും പ്രൊഫൈലൊക്കെ കാണിച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം ഒരേ കാര്യം മനസ്സിലാക്കുന്ന ഡയഗ്രം തന്നെയാണ്. ദെൻ ഈ കാണുന്നതാണ് വേവ്നെസ് സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ പീക്ക് അല്ലെങ്കിൽ രണ്ട് പീക്കുകൾ തമ്മിലുള്ള ദൂരമാണ് വേവ്നെസ് സ്പേസിംഗ്. അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് ആ വേവിൻ്റെ അടുത്ത സെയിം പോയിന്റ് വരെയുള്ള ദൂരമാണ് വേവ്നെസ് സ്പേസിങ്. ദെൻ വേവ്നെസ് ഹൈറ്റ് എന്ന് പറയുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ പ്രൊഫൈൽ, കോണ്ടൂർ ഓഫ് എനി സെക്ഷൻ ത്രൂ എ സർഫസ്. അപ്പോൾ പ്രൊഫൈൽ എന്ന് പറയുന്ന ആ സർഫസ് റെഗുലാരിറ്റിയുടെ ഒരു നേച്ചർ എങ്ങനെയാണ് പോകുന്നത്, ദാറ്റ് ഈസ് എ പ്രൊഫൈൽ. അപ്പോൾ ഇത്തരത്തിൽ ഒരു ആ സർഫസ് റെഗുലാരിറ്റിക്ക് ഉണ്ടാകുന്ന ആ ഒരു വേരിയേഷൻ, ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ആ വേരിയേഷൻ എന്താണോ അതാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. Then effective profile, real contour of a surface obtained by using instrument. അപ്പോൾ നമുക്കൊരു സർഫസിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള പ്രൊഫൈല് അതെങ്ങനെയാണോ നമുക്കൊരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്നത്.
അപ്പോൾ അതാണ് എഫക്റ്റീവ് പ്രൊഫൈൽ. ഫോർ എക്സാമ്പിൾ, ഒരു സർഫസ് അതിൽ ഇറഗുലാരിറ്റീസ് ഇങ്ങനെയൊക്കെയാണെന്ന് കരുതുക. ഇതാണ് ഒരു സർഫസ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു മെഷറിങ് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഈ സർഫസ് നമുക്ക് കിട്ടുന്നു. Then that is effective profile. The real contour of a surface obtained by using an instrument, it is called effective profile. Then mean line. Mean ലൈനും സെൻട്രൽ ലൈനും ഒരേ കാര്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മീൻ ലൈൻ ഡിവൈഡ്സ് ദ എഫക്റ്റീവ് പ്രൊഫൈൽ. അതായത് ഇതാണ് നമ്മുടെ എഫക്റ്റീവ് പ്രൊഫൈൽ എന്ന് കരുതുക. അതായത് നമ്മളൊരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട്, ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ സർഫസിലെ ആ ഇറഗുലാരിറ്റിയുടെ ഒരു നേച്ചർ കറക്റ്റായിട്ട് ഇത്തരത്തിലൊരു പ്രൊഫൈൽ രീതിയിൽ നമ്മൾ വരച്ചു. ദറ്റ് ഈസ് എഫക്റ്റീവ് പ്രൊഫൈൽ. ദെൻ അതിൽ കൂടെ പോകുന്ന ഒരു സെൻട്രൽ ലൈനാണ് മീൻ ലൈൻ അല്ലെങ്കിൽ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. ഈ സെൻട്രൽ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ മീൻ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഡിവൈഡ്സ് ദ എഫക്റ്റീവ് പ്രൊഫൈൽ സച്ച് ദാറ്റ് വിതിൻ ദ സാമ്പിളിംഗ് ലെങ്ത് the sum of the squares of distance between effective points and the mean line is a minimum. Then central line, same കാര്യം തന്നെയാണ്. Line divides the effective profile such that the areas embraced by the profile above and below the line are equal. Then mean line and central line are assumed to be equivalent for practical purposes. ദെൻ ഫ്ലോസ്. ഈ കാണുന്നതാണ് ഫ്ലോസ്. എന്താണ് ഫ്ലോസ്? ഒരു സർഫസിൽ ഇത്തരത്തിലുള്ള ഒന്നിനെയാണ് ഫ്ലോസ് എന്ന് പറയുന്നത്. ഇറഗുലാരിറ്റീസ് വിച്ച് occur at one place or at relatively infrequent or widely varying intervals in surface like scratches, cracks, random blemishes, etc. അപ്പോൾ ഇത്തരത്തിലുള്ള ഇറഗുലാരിറ്റീസ് എന്ന് പറയുന്നത് ആ സർഫസിൽ കണ്ടിന്യൂസ് ആയിട്ട് വരത്തില്ല. സർഫസിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലുള്ള ഒരു ക്രാക്ക് ആകാം, അതല്ലെങ്കിൽ ഒരു സ്ക്രാച്ചസ് ആകാം. അപ്പോൾ അതിനെയാണ് ഫ്ലോസ് എന്ന് പറയുന്നത്. ദീസ് ഇറഗുലാരിറ്റീസ് occur at random intervals. The next one ആണ് ട്രാൻസ്വേഴ്സ് ലെങ്ത്. എന്താണ്? ലെങ്ത് ഓവർ വിച്ച് ദ സ്റ്റൈലസ് ഈസ് traversed across the surface. Surface data is not usually taken over all this length. അതായത് നമ്മളൊരു വർക്ക് പീസ് എടുത്തു, ആ വർക്ക് പീസിൻ്റെ എഫക്റ്റീവ് പ്രൊഫൈൽ അതാണെന്ന് കരുതുക. അപ്പോൾ ഇത്തരത്തിൽ വളരെ നീളം കൂടിയ ഒരു സർഫസ് ആണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ഈ സർഫസിൽ കൂടെ ഒരു സ്റ്റൈലസ്, ആ സർഫസിലെ ആ എഫക്റ്റീവ് പ്രൊഫൈൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മളൊരു സ്റ്റൈലസ് യൂസ് ചെയ്തു. ദെൻ ഈ സ്റ്റൈലസിനെ ഈ സർഫസിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ട് ആ സർഫസിൻ്റെ എഫക്റ്റീവ് പ്രൊഫൈൽ എന്താണോ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. ദെൻ ഈ എഫക്റ്റീവ് പ്രൊഫൈൽ ഫുള്ളായിട്ട് സ്റ്റഡി ചെയ്യത്തില്ല. അതിലെ ഓരോ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ എഫക്റ്റീവ് പ്രൊഫൈലിനെ സ്റ്റഡി ചെയ്യാൻ പോവുക. അപ്പം ഇത്തരത്തിലുള്ള ഈ ഫുൾ പ്രൊഫൈൽ അതിനെയാണ് ട്രാൻസ്വേഴ്സ് ലെന്ത് എന്ന് പറയുന്നത്. എന്താണ്? ലെങ്ത് ഓവർ വിച്ച് ദ സ്റ്റൈലസ് ഈസ് ട്രാൻസ്ഫേർഡ്. അപ്പോൾ ആ ഫുൾ ലെന്തിൽ അല്ലെങ്കിൽ എത്രമാത്രം ലെന്തിലാണോ ആ സ്റ്റൈലസ് മൂവ് ചെയ്തുകൊണ്ട് ആ എഫക്റ്റീവ് പ്രൊഫൈൽ മാർക്ക് ചെയ്തത് അത്രയും നീളം, അതാണ് ട്രാൻസ്വേഴ്സ് ലെന്ത്. ദെൻ സർഫസ് ഡേറ്റ ഈസ് നോട്ട് യൂഷ്വലി ടേക്കൺ ഓവർ ഓൾ ദിസ് ലെന്ത്. അപ്പോൾ ഇത്രയും ഫുൾ ലെന്തിലുള്ള ആ സർഫസിലെ നേച്ചർ മുഴുവൻ നമ്മൾ സ്റ്റഡി ചെയ്യത്തില്ല. അതിൽ കുറച്ച് പോർഷൻസ് മാത്രമായിട്ട് എടുത്തായിരിക്കും സ്റ്റഡി ചെയ്യുന്നത്. ദെൻ അസസ്മെൻറ്റ് ലെന്ത്. എന്താണ്? ഷോർട്ടർ ദാൻ ദ traversing length. It is the length over which surface data is acquired and assessed. അപ്പോൾ നമ്മൾ നേരത്തെ ഡ്രോ ചെയ്ത പോലെ ആ സ്റ്റൈലസ് മൂവ് ചെയ്ത ആ ഫുൾ സർഫസ് അതിലെ കുറച്ച് പോർഷൻ മാത്രം നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടി, അസസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു. ദെൻ അത്രയും ലെന്തിനെയാണ് അസസ്മെൻറ്റ് ലെന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡയഗ്രാം, ഇതാണ് ഫുൾ ലെന്ത്. അപ്പോൾ ഈ ഫുൾ ലെന്തിൽ കൂടെ സ്റ്റൈലസ് മൂവ് ചെയ്താണ് നമുക്ക് ഈ ഒരു എഫക്റ്റീവ് പ്രൊഫൈൽ കിട്ടിയത്. ദെൻ അതിൽ കുറച്ച് പോർഷൻ മാത്രം സ്റ്റഡി ചെയ്യാൻ വേണ്ടി എടുക്കുന്നു. ദാറ്റ് ഈസ് അസസ്മെൻറ്റ് ലെന്ത്. അസസ്മെൻറ്റ് പർപ്പസിന് വേണ്ടി എടുക്കുന്നു. ദാറ്റ് ഈസ് അസസ്മെൻറ്റ് ലെന്ത്. ദെൻ വാട്ട് ഈസ് സാമ്പിളിംഗ് ലെന്ത്? സാമ്പിളിംഗ് ലെന്ത് എന്ന് പറയുന്നത് ഒന്നും കൂടെ
അസസ്മെൻറ്റ് ലെന്തിനേക്കാളും കുറവായിരിക്കും. മീൻസ് ദ ഫിക്സഡ് ലെന്ത് ഈസ് സാമ്പിൾഡ് ഫ്രം ദ സർഫസ് പ്രൊഫൈൽ കർവ് ടു ഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സർഫസ്. അപ്പോൾ ആ സർഫസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ശരിക്കും പഠിക്കാൻ വേണ്ടി ഈ അസസ്മെൻറ്റ് ലെന്തിലെ ചെറിയൊരു പോർഷൻ എടുക്കുന്നു. ദാറ്റ് ഈസ് സാമ്പിളിംഗ് ലെന്ത്. ദെൻ length of the profile necessary for the evaluation of the irregularities to be taken into account. അപ്പോൾ ഒരു സർഫസിലെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ആ ഇറഗുലാരിറ്റീസിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി എടുക്കുന്ന ലെന്താണ് സാമ്പിൾ ലെന്ത്, സാമ്പിളിംഗ് ലെന്ത്. ദെൻ ഈ കാണുന്നതാണ് ഡയഗ്രാം. ഇതാണ് സാമ്പിളിംഗ് ലെന്ത് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളെങ്കിൽ നമ്മളതിനെ സൂം ചെയ്തിട്ടുള്ള ഒരു പോർഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കുള്ള സാമ്പിളിംഗ് ലെന്ത്. ഓക്കെ, ഇതാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു സർഫസിലെ എഫക്റ്റീവ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇറഗുലാരിറ്റിയുടെ ആ ഒരു നേച്ചർ, ആ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നതാണ് ഈ കാണുന്നത്. ദെൻ ഈ കാണുന്നത് മാക്സിമം ഹൈറ്റ് ഓഫ് ഇറഗുലാരിറ്റി. ദെൻ ഈ സെൻറ്ററിൽ കൂടെ പോകുന്നതാണ് മീൻ ലൈൻ എന്ന് പറയുന്നത്. ദെൻ ഇവാലുവേഷൻ ലെന്ത്. എന്താണ് ഇവാലുവേഷൻ ലെന്ത്? ഈ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഇവാലുവേഷൻ ലെന്ത് ഈസ് സെറ്റ് ടു 5 times സാമ്പിളിംഗ് ലെന്ത്. സാമ്പിളിംഗ് ലെന്തിൻ്റെ 5 times ഉള്ളതാണ് ഇവാലുവേഷൻ ലെന്ത്. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പ്രൊഫൈൽ കർവ് ആർ ഇവാലുവേറ്റഡ് ഓവർ എ ഫിക്സഡ് ലെന്ത് ദാറ്റ് ഇൻക്ലൂഡ്സ് അറ്റ്ലീസ്റ്റ് 1 സാമ്പിളിംഗ് ലെന്ത്. അപ്പോൾ ഇവാലുവേഷൻ ലെന്ത് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 സാമ്പിളിംഗ് ലെന്ത് ഒന്നും ഉണ്ടാവണം. മീൻസ് നമുക്ക് ആ ഒരു സർഫസ് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി മിനിമം ഒരു സാമ്പിളിംഗ് ലെന്തെങ്കിലും ഉള്ള സർഫസ് ആയിരിക്കണം ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ദെൻ ദിസ് ലെന്ത് ഈസ് കോൾഡ് ദ ഇവാലുവേഷൻ ലെന്ത്. ഇനി അടുത്തൊരു ടെർമിനോളജിയാണ് ലേ. നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഒരുപാട് ഡയഗ്രാംസിൽ എല്ലാം ലേ ലേ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ലേ. എന്താണ് ലേ? ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ പ്രിഡോമിനൻറ്റ് സർഫസ് പാറ്റേൺ. അപ്പോൾ ഒരു സർഫസിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്? സോ ലേ ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ പ്രിഡോമിനൻറ്റ് സർഫസ് പാറ്റേൺ ഓർഡിനറിലി ഡിറ്റർമൈൻഡ് ബൈ ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ യൂസ്ഡ്. അപ്പോൾ നമ്മൾ ഏത് തരത്തിലാണ് ഒരു സർഫസ് മാനുഫാക്ചർ ചെയ്തെടുത്ത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ലേ എന്ന് പറയുന്ന ഈ ഒരു സർഫസ് പാറ്റേൺ. ഇപ്പോൾ നമ്മൾ ഷേപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ സർഫസിൽ നമ്മൾ ഒരു പാറ്റേൺ കാണാൻ സാധിക്കും. ഒരു ലൈൻ പോലെ ഇതുപോലെ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പാറ്റേണിനെയാണ് ലേ എന്ന് വിളിക്കുന്നത്. ദെൻ ലേ ആ പാറ്റേൺ എങ്ങനെയൊക്കെയുള്ള പാറ്റേൺ ആണ് എന്നതിനെ ആശ്രയിച്ച് നമ്മൾ സിമ്പിൾസ് കൊടുക്കുന്നുണ്ട്. സിമ്പിൾസ് ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ലേസ് ഓഫ് സർഫസ് പാറ്റേൺ. ഓൾസോ സിമ്പിൾസ് ആർ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് ലേ. അപ്പോൾ ലേ അത് ഏത് നേച്ചറിലുള്ള ലേ ആണ്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടി സിമ്പിൾസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിമ്പിൾസ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു സിമ്പിൾ സൂചിപ്പിക്കുക ലേ പാരലൽ ടു ദ ബൗണ്ടറി ലൈൻ ഓഫ് ദ നോമിനൽ സർഫസ്. എക്സാമ്പിൾ പാരലൽ ഷേപ്പിംഗ്, എൻഡ് വ്യൂ ഓഫ് ടേണിംഗ് ആൻഡ് ഓഡി ഗ്രൈൻഡിങ്. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു പാരലാണ്. ദെൻ ഈ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ലേ പെർപെൻഡിക്കുലർ ടു ദ ബൗണ്ടറി ലൈൻ ഓഫ് ദ നോമിനൽ സർഫസ്. ദെൻ ഈ ഒരു സിമ്പിൾ ലേ ആംഗുലാർ ഇൻ ബോത്ത് ഡയറക്ഷൻസ് ടു ദ ലൈൻ റെപ്രസെൻറ്റിംഗ് ദ സർഫസ് ടു വിച്ച് ദ സിമ്പിൾ ഈസ് അപ്ലൈഡ്. ദെൻ ഈ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് മൾട്ടി ഡയറക്ഷനിലായിരിക്കും. അതിന് എക്സാമ്പിൾ ലാപ്പിങ്, സർഫസ് ഫിനിഷിങ്, ഹോണിങ്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന സർഫസ് അതിലുള്ള ലേ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് മൾട്ടി ഡയറക്ഷനിലായിരിക്കും. ദെൻ ഈ ഒരു സിമ്പിൾ സൂചിപ്പിക്കുക ലേ അപ്രോക്സിമേറ്റ്ലി സർക്കുലർ റിലേറ്റീവ് ടു ദ സെൻറ്റർ ഓഫ് ദ സർഫസ് ടു വിച്ച് ദ സിമ്പിൾ ഈസ് അപ്ലൈഡ്. എക്സാമ്പിൾ ഫേസിങ് ഓൺ എ ലേത്ത്. ദെൻ ഈ ഒരു സിമ്പിൾ സൂചിപ്പിക്കുക അപ്രോക്സിമേറ്റ്ലി റേഡിയൽ റിലേറ്റീവ് ടു ദ സെൻറ്റർ ഓഫ് ദ സർഫസ് ടു വിച്ച് ദ സിമ്പിൾ ഈസ് അപ്ലൈഡ്. എക്സാമ്പിൾ സർഫസ് ഗ്രൗണ്ട് ഓൺ എ
ടേൺ ടേബിൾ, ഫ്ലൈ കട്ട് ആൻഡ് ഇൻഡെക്സ്ഡ് ഓൺ എൻ മിൽ. അപ്പോൾ ഇനി നമ്മളതിൽ ലേ സൂചിപ്പിക്കുന്ന സിമ്പിൾസാണ് ഈ കൊടുത്തിരിക്കുന്നത്. മൾട്ടി ഡയറക്ഷൻലെസ്, അതുപോലെ തന്നെ സർക്കുലർ ആണെങ്കിൽ, റേഡിയൽ ആണെങ്കിൽ, ദെൻ ആംഗുലാർ ആണെങ്കിൽ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ, പാരലൽ ആണെങ്കിൽ. ഇപ്പോൾ പാരലൽ, പെർപെൻഡിക്കുലർ, ക്രോസ്ഡ്, മൾട്ടി ഡയറക്ഷണൽ, ദെൻ പാർട്ടിക്കുലേറ്റ്, സർക്കുലർ, റേഡിയൽ. അപ്പം അതിൻ്റെ സിമ്പിൾസുമാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഒരു സർഫസിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഈ കാണുന്നതാണ് സർഫസിൻ്റെ പാറ്റേൺ. പാരലൽ, പെർപെൻഡിക്കുലർ, ആംഗുലർ, മൾട്ടി ഡയറക്ഷണൽ, സർക്കുലർ, റേഡിയൽ. ദെൻ നമുക്ക് ഇത്തരത്തിൽ ഒരു സർഫസ് ടെക്സ്ചർ സിമ്പിൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ സർഫസുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്കറിയാൻ പറ്റും. അപ്പോൾ ലേ എങ്ങനെയുള്ള ലേ ആണ് നമുക്ക് ഇത് മനസ്സിലാവും. പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു ലേ ആണ് എന്നുള്ളത്. ദെൻ മാക്സിമം റഫ്നെസ് ഹൈറ്റ്, മിനിമം റഫ്നെസ് ഹൈറ്റ്, ദെൻ മാക്സിമം റഫ്നെസ് വിഡ്ത്ത് തുടങ്ങിയ കാര്യങ്ങളും ഇത്തരത്തിൽ ഈ ഒരു സിമ്പിളിനോട് ചേർത്ത് മാർക്ക് ചെയ്യും. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ ഈ സർഫസ് ഫിനിഷ് ഇവാലുവേറ്റ് ചെയ്യാം, അതിനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. താങ്ക് യു.